RRB NTPC എക്സാം അടുത്ത് തന്നെ വരും. അതിനുള്ള കോച്ചിങ് കാര്യങ്ങളൊക്കെ എന്താണ് റെഡിയാണ്. എൻട്രിയിൽ ആഗസ്റ്റ് മാസം 14 സ്റ്റാർട്ട് ചെയ്യും. ഓപ്പണിങ് ക്ലോസ് ചെയ്യുന്നത് എന്താ ഒക്ടോബർ. CBT 1 എഴുതി കഴിഞ്ഞാൽ, അത് ഫസ്റ്റ് ടയർ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കത് എന്ത് ചെയ്യും, റീഫണ്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വേറെ ഒന്നുമല്ല, എല്ലാവരും എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ്. ഹലോ, അപ്പോൾ ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ആരാണ്? നമ്മളുടെ ഫ്യൂച്ചറിലെ റെയിൽവേ എംപ്ലോയീസ് ആയിരിക്കും അല്ലേ? അങ്ങനെ ആവാൻ വേണ്ടിയിട്ടല്ലേ നമ്മളെല്ലാവരും ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എന്താണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന എന്താണ് RRB NTPCയുടെ ഒരു ഷോർട്ട് നോട്ടീസ്, അതായത് നോട്ടിഫിക്കേഷന് മുന്നേ റെയിൽവേ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്, ഒരു സിഗ്നൽ തന്നിട്ടുണ്ട്. എങ്ങനെയാണ്, എത്രത്തോളം വേക്കൻസി ഉണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു സിഗ്നൽ തന്നിട്ടുണ്ട്. ഒരു ഷോർട്ട് നോട്ടീസ് നോട്ടിഫിക്കേഷന് മുന്നേ റെയിൽവേ എന്ത് ചെയ്തിട്ടുണ്ട്, എയർ ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഷോർട്ട് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നതെന്നും അതിനെക്കുറിച്ചൊക്കെ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് നമ്മളിന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ടീസാണ് റെയിൽവേ ഇട്ടിട്ടുള്ളതെങ്കിൽ കൂടി അതിൽ ഒരുപാട് കാര്യങ്ങൾ എന്താണ്, എല്ലാ കാര്യങ്ങളും തന്നെ റെയിൽവേ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ RRB NTPC എക്സാം അടുത്ത് തന്നെ വരും. അതിനുള്ള കോച്ചിങ് കാര്യങ്ങളൊക്കെ എന്താണ് റെഡിയാണ് എൻട്രിയിൽ. അപ്പോൾ നമ്മൾ RRB NTPC ബാച്ചിനെ കുറിച്ച് അറിയാനും നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ചുള്ള ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ദാ ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുള്ളത് കണ്ടോ, ഏതാണ് 8714764666 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൗൺസിലിംഗ് ടീമിൻ്റെ നമ്പറാണ്. അവർ നിങ്ങൾക്ക് വേണ്ട ഫുൾ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം തരും. നിങ്ങളെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യും, ഗൈഡ് ചെയ്യും. അപ്പോൾ ഈ നമ്പർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, 8714764666 എന്നുള്ള നമ്പർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആ നമ്പറിലേക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അധികം വൈകിപ്പിക്കേണ്ട, നമ്മളുടെ കാര്യത്തിലേക്ക് കടക്കാം. ദാ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, അവരാണല്ലോ നോട്ടീസ് പുറത്തുവിടേണ്ട ആൾക്കാർ. അവർ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ്, NTPC നോൺ ടെക്നിക്കൽ പോസ്റ്റുകളിലേക്ക് ഗ്രാജുവേറ്റ് പോസ്റ്റുകളുണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളുണ്ട്. അതിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ റെയിൽവേ വിളിക്കും. അതിനെക്കുറിച്ചുള്ള കാര്യമാണ് ഈ നോട്ടീസിൽ റെയിൽവേ എന്ത് ചെയ്തിരിക്കുന്നത്, ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ നോട്ടിഫിക്കേഷനിൽ എന്താണ് ഉണ്ടാവുക, 2 കാറ്റഗറി ആയിട്ടാണ്. അതായത് എന്താണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് 5/2024, 6/2024. അതായത് അണ്ടർ ഗ്രാജുവേറ്റിന് ഒരു നോട്ടിഫിക്കേഷനും ഗ്രാജുവേഷന് വേറെ ഒന്നുമായിട്ട് 2ആയിട്ടാണ് ഈ വട്ടം റെയിൽവേ വിളിക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് നോട്ടീസിൽ നിന്ന് മനസ്സിലാവുന്നത് അല്ലേ. ദെൻ നമുക്ക് എന്താ, ഇതാ ആദ്യം തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഫോർ CN 05/2024. അപ്പോൾ ഗ്രാജുവേറ്റ് പോസ്റ്റുകളാണ്. ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ പ്രധാനമായിട്ടും ലെവൽ 6ഉം 5ഉമാണ് ഈ വട്ടം വിളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ലെവൽ 6ൽ ആരൊക്കെയുള്ളത്, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറും സ്റ്റേഷൻ മാസ്റ്ററുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. അതിൻ്റെ വേക്കൻസി ഇവിടെ തന്നിട്ടുണ്ട്. കോവിഡ് കാരണം ഏജ് റിലാക്സേഷൻ കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. 18 വയസ്സ് തൊട്ട് 36 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ബേസിക് പേ ഉണ്ട് കേട്ടോ. ലെവൽ 6ന് 35,400 ആണ് ബേസിക് പേ, ഇനീഷ്യൽ പേ വരുന്നത്. അലവൻസും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആണ് വരാം. ഓക്കെ, ഓരോ പോസ്റ്റുകൾ അനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവും. ഇനി ലെവൽ 5ൽ വരുന്ന 3 പോസ്റ്റാണ് ഗുഡ്സ് ട്രെയിൻ മാനേജർ. പണ്ട് ഗുഡ്സ് ഗാർഡ് എന്ന് പറഞ്ഞിരുന്നതുണ്ട് അല്ലേ. സ്റ്റേഷൻ മാസ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആരാ സ്റ്റേഷൻ മാസ്റ്റർ? ഒരു സ്റ്റേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ട് കൊടി പിടിച്ച് നിൽക്കുന്ന ആൾ കണ്ടിട്ടില്ലേ, അത് തന്നെയാണ് സ്റ്റേഷൻ മാസ്റ്റർ. അല്ലെങ്കിൽ നമ്മൾ പണ്ട് സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് സ്റ്റേഷൻ മാസ്റ്റർ അല്ലേ. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററുടെ ലെവൽ 6 ആണ് വരുന്നത്. ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ ഏറ്റവും പിന്നിൽ, നമ്മൾ ട്രെയിൻ എല്ലാവരും കാണും, ട്രെയിനിൻ്റെ ഏറ്റവും പിന്നിൽ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ട്
അവിടെയും ആളൊരു കൊടി കാണിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. വയർലെസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പോസ്റ്റ് അല്ലേ, വയർലെസ് ഒക്കെ പിടിച്ച് നിൽക്കുന്ന ഒരാളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതാണ് എന്ത്, ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറയുന്ന പോസ്റ്റ്. ഗുഡ്സ് ഗാർഡ് എന്നാണ് പണ്ട് അറിയപ്പെട്ടിരുന്നത്, ഇപ്പം ഇത്തിരി നല്ല അടിപൊളി പേരൊക്കെ ആക്കിയിട്ടുണ്ട്, ട്രെയിൻസ് മാനേജർ അല്ലേ, ഗുഡ്സ് ട്രെയിൻ മാനേജർ. ജൂനിയർ അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് ലെവൽ 5 വരുന്നതാണ്. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് അതും എന്തിൽ വരുന്നതാണ്, ലെവൽ 5 വരുന്നതാണ്. അവർക്ക് വരുന്ന ബേസിക് പേ എത്രയാണ്, അതായത് ഇനീഷ്യൽ പേ എത്രയാണ്, 29,200 ആണ്. 29,200 ആണ് അവർക്ക് വരുന്ന ഇനീഷ്യൽ പേ. ഒപ്പം അലവൻസുകൾ കാര്യങ്ങളൊക്കെ എന്തുണ്ടാവും, അതിൽ ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? ഇനീഷ്യൽ പേ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും മെഡിക്കൽ വരുന്ന ഏതാ, ലോക്കോ പൈലറ്റിൻ്റെ പോലെയൊന്നും ഫുൾ വിഷൻ ആവശ്യമില്ല. 6/9 ആണ് നമുക്ക് എന്തിനു വേണ്ടത്, സ്റ്റേഷൻ മാസ്റ്റർക്കും ഗുഡ്സ് ട്രെയിൻ മാനേജർക്കും. അതാണ് A2 സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതും അവർ നമ്മളുടെ നോട്ടീസിൽ തന്നിട്ടുണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യാം. വേക്കൻസികളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഓൾ RRBs ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 21 RRBs എന്നല്ലേ, അതിൻ്റെ ലിസ്റ്റും ലാസ്റ്റ് അവർ തന്നിട്ടുണ്ട്. 8,113 8,113 പോസ്റ്റുകളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് എന്നുള്ള കാര്യവും ഇതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്താണെങ്കിൽ നമ്മളുടെ അടുത്ത് അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 14/9/2024. അപ്പോൾ 14 തീയതി, ആഗസ്റ്റ് മാസം 14 തീയതി സ്റ്റാർട്ട് ചെയ്യും. ഓപ്പണിംഗ് ക്ലോസ് ചെയ്യുന്നത് എന്താ, ഒക്ടോബർ 13-നാണ്. ക്ലിയർ അല്ലേ? വേക്കൻസീസ് ഫോർ ഗ്രാജുവേറ്റ് പോസ്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി എന്താണ് നമുക്ക് അടുത്തത്, അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്, ലെവൽ 3 ലെവൽ 2 ആണ്. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ലെവൽ 3 ആണ്. അതിന് എത്രയാണ് വരുന്നത്, ഇനീഷ്യൽ പേ 21,700 ആണ്. അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ലെവൽ 2 വരുന്നതാണ്. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ലെവൽ 2 ആണ്. ട്രെയിൻസ് ക്ലർക്ക് 19,900 ആണ് ഇനീഷ്യൽ പേ വരുന്നത്. അലവൻസുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് B2 പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏജ് വരുന്നത് എത്രയാണ്, 33 ആണ് മാക്സിമം വരുന്നത്. കോവിഡ് കാരണം കുറച്ച് കൂട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ വേക്കൻസീസ് എല്ലാ RRBസും കൂടി എത്രയാണ്, 3,445 3,445 വേക്കൻസീസ് വരുന്നുണ്ട്. ഇതിനെന്താണ് വരുന്നത്, ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 21/9/2024 ആണ്. ക്ലോസിംഗ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ 2010 ഒക്ടോബർ മാസം 20-ാം തീയതി. കഴിഞ്ഞ വട്ടത്തെ NTPCക്കൊക്കെ ഒറ്റ അപ്ലിക്കേഷൻ ആയിരുന്നു അല്ലേ, പക്ഷേ ഈ വട്ടം 2 അപ്ലിക്കേഷനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് നമുക്ക് ഷോർട്ട് നോട്ടീസിൽ നിന്ന് മനസ്സിലാവുന്നത്. 2 നോട്ടിഫിക്കേഷനായിട്ടാണ്. സോ അന്ന് നമുക്ക് നടന്നത് ഒറ്റ എക്സാം ആയിട്ടായിരുന്നു ഇതിന് മുന്നേ NTPC നടന്നത്. പക്ഷേ ഈ വട്ടം 2 നോട്ടിഫിക്കേഷൻ ആകുമ്പോൾ 2 എക്സാം ആയിട്ടായിരിക്കാം അവർ കണ്ടക്ട് ചെയ്യാനുള്ള സാധ്യത. ഇനി പറഞ്ഞിട്ടുണ്ടതാ സ്റ്റാൻഡേർഡ്സ്, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് A2 എന്താണ്, A3 എന്താണ്, B2 C2 എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചും അവർ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഒരു വ്യക്തി, ഇപ്പം എനിക്ക് എൻ്റെ ഐക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊന്നും മുൻകൂട്ടി അറിയാൻ പറ്റില്ല. ചിലർ കണ്ണാട വെക്കുന്നുണ്ടാവും, ചിലപ്പോൾ മൈഗ്രെയിൻ ആയിട്ടായിരിക്കും കണ്ണാട വെച്ചിട്ടുണ്ടാവാം. അങ്ങനെ ചില കാര്യങ്ങൾക്കൊക്കെ ഗ്ലാസ് വെക്കുന്നുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം റെയിൽവേയുടെ മെഡിക്കൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവരെടുക്കും. സ്റ്റേഷൻ മാസ്റ്റർക്ക് A2 വേണം, അതേപോലെ ഗുഡ്സ് ഗാർഡ് അതായത് ട്രെയിൻസ് മാനേജർക്കും A2 വേണമെന്ന് നമ്മൾക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊന്നും വലിയ പ്രോബ്ലം വരാൻ സാധ്യതയില്ല. എന്നിരുന്നാൽ കൂടി നിങ്ങൾ ഈ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ പോയി കഴിഞ്ഞാൽ അല്ലേ, ജസ്റ്റ് ഒന്ന് പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് പറയാം എനിക്കിങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഒരു സ്റ്റാൻഡേർഡും കൊണ്ട് ചെല്ലുക. ഇതൊന്ന് നിങ്ങൾ ഫോണിൽ കൊണ്ടുപോയാൽ മതി. കൊണ്ടുപോയിട്ട് നിങ്ങൾ ഡോക്ടറോട് പറയാം എനിക്ക് എൻ്റെ ഐയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് ജസ്റ്റ് ഡോക്ടറോട് ചോദിച്ചാൽ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരും. ഫുൾ വിഷനാണുള്ളതെങ്കിൽ വേറെ ടെൻഷനൊന്നുമില്ല, എല്ലാം നിങ്ങൾക്ക് പ്രോപ്പറായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ലെവൽ CBT 1ഉം CBT 2ഉം അതേപോലെ സ്കിൽ ടെസ്റ്റേഴ്സ് എല്ലാം എഴുതി ലാസ്റ്റ് മെഡിക്കലിൽ ഔട്ടാവാനായിട്ടുള്ള ഒരു ചാൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് വളരെ വിഷമമുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് പോയിട്ട് നിങ്ങളുടെ മെഡിക്കൽ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ നമുക്ക് ഫീ വരുന്നുണ്ട്. ഫീസ് വരുന്നത് എന്താ, എല്ലാ കാൻഡിഡേറ്റിനും വരുന്ന 500 rupees ആണ്. അത് കൂടാതെ ഇവിടെ കാൻഡിഡേറ്റ്സ്
നമ്മളുടെ എന്താണ് SC/ST, എക്സ് സർവീസ്മാൻ, PWD ഈ പറയുന്ന റിസർവേഷൻ ഉള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് എന്താണ് ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ മൈനോറിറ്റീസ് ഓർ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ് അവർക്കെല്ലാവർക്കും വരുന്നത് എത്രയാണ്? 250 ആണ്. ഇതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. CBT 1 എഴുതി കഴിഞ്ഞാൽ, അത് ഫസ്റ്റ് ടയർ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കത് എന്ത് ചെയ്യും? റീഫണ്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വേറെ ഒന്നുമല്ല, എല്ലാവരും എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരുപാട് സെൻറ്ററുകൾ കാര്യങ്ങളൊക്കെ അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ചെറിയൊരു കാര്യമല്ല. കാരണം ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ടാവും. NTPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു എക്സാമാണ്. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. ഓൾ ഓവർ ഇന്ത്യ ഒരുപാട് കുട്ടികൾ എഴുതുന്ന എക്സാമാണ്. അപ്പോൾ അതിന് അലോക്കേറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ വന്നില്ല എന്നുണ്ടെങ്കിൽ റെയിൽവേക്ക് അത് നഷ്ടമാണ്. അതുകൊണ്ടാണ് ആ ഫീസ് മേടിക്കുന്നത്. വൺസ് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റീഫണ്ട് ചെയ്യും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എന്നും നമ്മുടെ നോട്ടീസിൽ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഏതൊക്കെ RRBs ആണ് പങ്കെടുക്കുന്നത് എന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടുത്ത് പറയുന്ന RRBs ഏതൊക്കെയാണെന്ന് ഏകദേശം 21 RRBs അല്ലേ? എല്ലാ RRBസും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ RRBസും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ അടുത്ത് വരുന്ന RRBs ഏതാ? കേരള, ട്രിവാൻഡ്രം ഉണ്ട്, ചെന്നൈ ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള RRB ചൂസ് ചെയ്യുക. വൺസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ഥലത്ത് പോയി നമ്മൾ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ട്രാൻസ്ഫറൊക്കെ മേടിച്ച് വരാമെങ്കിൽ കൂടി ചിലപ്പോൾ പെട്ടെന്ന് സാധിക്കണമെന്നില്ല അല്ലേ? അപ്പോൾ നിങ്ങൾ എന്താണ് വളരെയധികം ചിന്തിച്ച് ഏത് RRB വേണമെന്ന് ആലോചിച്ചതിന് ശേഷം എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. ഈ പറഞ്ഞ കാര്യവും എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് ഞാൻ കരുതുന്നു. സോ RRBസിൻ്റെ കാര്യവും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യമാണ് നമുക്ക് ഷോർട്ട് നോട്ടീസിൽ അവർ പറഞ്ഞു തന്നിരിക്കുന്നത്. എക്സാം അധികം വൈകാതെ തന്നെ ഉണ്ടാവും. നമ്മളുടെ മുന്നിലിപ്പോൾ ഒക്ടോബർ ലാസ്റ്റൊക്കെയാണ് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത്, രണ്ടിൻ്റെയും കൂടിയും വരുന്നത്. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ആഗസ്റ്റ് ആയി, ഒക്ടോബർ, ഒരു സെപ്റ്റംബറും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു 2 മാസങ്ങൾക്ക് ശേഷം CBT 1 വരാനുള്ള സാധ്യതയുണ്ട്. CBT 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇനി നമ്മളുടെ മുന്നിൽ ഒട്ടും സമയമില്ല പഠിക്കാനായിട്ട്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു തുടങ്ങണം. അപ്പോൾ നിങ്ങളെല്ലാവർക്കും എന്താണ് റെയിൽവേയിലെ ഒരു സ്വപ്ന ജോലി ആഗ്രഹിച്ചിട്ടിരിക്കുന്ന ആൾക്കാരാണല്ലേ? അപ്പോൾ അതിലേക്കുള്ള ആദ്യത്തെ ഒരു ചുവടുവെപ്പ് എന്നുള്ള നിലയിൽ നമ്മൾ എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. പിന്നെ നമുക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഗൈഡൻസും കാര്യങ്ങളും നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് അറിയാനും എല്ലാത്തിനായിട്ട് എന്ത് ചെയ്യാം? ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ആ നമ്പർ ഇവിടെ ഇട്ടിട്ടുണ്ട്, 8714764666 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുൾ ഡീറ്റെയിൽസും എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ, ഇനി വൈകിക്കരുത്. നമ്മളുടെ മുന്നിൽ സമയം കുറഞ്ഞു വരികയാണ് അല്ലേ? ഓൾറെഡി നോട്ടീസ് വന്നു, ഇനി നോട്ടിഫിക്കേഷൻ വന്നു, അപ്ലൈ ചെയ്തു, ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? എല്ലാവരും അപ്ലൈ ചെയ്ത് പഠിച്ചു തുടങ്ങുക. ഇനിയും നിങ്ങൾക്ക് എന്താണ് ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യുക? ഈ പറയുന്ന സെപ്റ്റംബർ 18 ബുധനാഴ്ച രാത്രി 8 മണിക്ക് ശ്യാം സാറ് ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്യാം സാറിൻ്റെ ഈ വെബിനാറിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ എല്ലാ ഡൗട്ടും കാര്യങ്ങളും സാറ് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ അതിന് പങ്കെടുക്കാനായിട്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക? രജിസ്റ്റർ ചെയ്യുക. അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ എന്തുണ്ടാവും? ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിന് രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്കുള്ള ഡൗട്ടോ കാര്യങ്ങളോ എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളുടെ എക്സാം അപ്ഡേറ്റ്സിനെ കുറിച്ചും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ കുറിച്ച് സാറ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ വെബിനാറിൽ എന്ത് ചെയ്ത് തരും? പറഞ്ഞു തരും. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? പഠനമൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവർക്കും റെയിൽവേയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജോലിയിൽ എത്തിപ്പെടാൻ പറ്റട്ടെ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.